ഹലോ ഗൂയ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തലേന്നാണ്. അപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാനിപ്പോൾ പകുതി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ നമ്മൾ പൂക്കളിടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പൂക്കളൊക്കെ ഇടാൻ പോകണം. ഞങ്ങളിവിടെ വൈകുന്നേരമായിട്ട് പൂക്കളിടൽ. തിരുവോണത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ പൂക്കളിടുക. വൈകുന്നേരം വെച്ചാൽ ഒരു 7 മണി ആ ഒരു റേഞ്ചൊക്കെ ആവും. അപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ട്, എന്നാലും നമുക്ക് പൂക്കളിടാം കേട്ടോ. പോയിട്ട് വാവ അവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാവയും അമ്മയും. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അടുക്കളയിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അമ്മ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയുക കേട്ടോ. അപ്പം അമ്മ ഹായ്, അമ്മ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അമ്മ. വാവയാണെങ്കിൽ പച്ചക്കറികളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവം തൈരൊക്കെ ഒഴിച്ച് തിളയ്ക്കുന്നുണ്ട്. കറക്റ്റ് എനിക്ക് മോരുകറിയാണോ അതോ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്, അതാണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ വാവ നല്ല ക്ലോസപ്പ് ചിരിയും തന്നിട്ട് അവളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പൂക്കളൊക്കെ ഇടാൻ പോകാം കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ലാസ്റ്റാണ്, അപ്പോൾ നല്ല രീതിയിൽ ഇടണം എന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഡെക്കറേറ്റീവായിട്ടൊക്കെ കുറച്ച് എന്താണ് അത് തന്നെ. നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഇൻസ്റ്റൻ്റ് ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ മേടിക്കാൻ പോയപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഒരു താമരമൊട്ട് മേടിച്ചു കിട്ടുക നമ്മുടെ പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വിടർത്തിയിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിടർത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണുമ്പോൾ തന്നെ എന്തൊരു അടിപൊളിയാലോ. അപ്പോൾ പൂക്കളത്തിൽ വെച്ചാൽ പിന്നെ പറയണോ, സെറ്റായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാട്ടോ ഇങ്ങനെ താമരപ്പൂവൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പൂക്കളത്തിൽ താമരപ്പൂ വയ്ക്കാൻ പോകുന്നത്. ഇനി എല്ലാ പൂക്കളും കട്ട് ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ അവിടെ വാവ മഞ്ഞപ്പൂവൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവളത് കട്ട് ചെയ്യട്ടെ. എനിക്ക് ഡിസൈനൊക്കെ ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ ഇരുന്ന് കട്ട് ചെയ്യട്ടെ. പിന്നെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വാവ. ഇനി നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് കളത്തിൻ്റെ അങ്ങോട്ട് പോവാം. ഞാൻ ഈ ഒരു ഡിസൈനിലാട്ടോ പൂക്കളം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എൻ്റെ മനസ്സിൽ ആ ഡിസൈൻ ഉണ്ടായിരുന്നു. ഞാനത് കുറേ മുന്നേ ചെയ്യണം വിചാരിച്ചു, പക്ഷേ ഈ ഒരു ഡിസൈൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം തിരുവോണത്തിന് ഞാൻ അത് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. ഫൈനൽ ലുക്ക് ഫൈനലിലേ കാണിക്കുള്ളൂ, ലാസ്റ്റ് ആകുമ്പോഴേ കാണിക്കുള്ളൂ. അങ്ങനെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള അടിപൊളിയായിട്ട് വാവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ കട്ട് ചെയ്യേണ്ട പരിപാടിയിലേക്ക് വന്നിട്ടില്ല, കാരണം ഞാൻ പിക്ചർ വരയ്ക്കാൻ പോയി. ആ ഒരു ടൈമിലാണ് അവൾ അവിടെ നിന്ന് കട്ട് ചെയ്തിരുന്നത്. അങ്ങനെ യെല്ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനും അവളും കൂടിയാണ് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ അവൾ ക്യാമറ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ലോട്ടസൊക്കെ സെൻറ്ററിൽ വെച്ചിട്ട് നല്ല മഞ്ഞ പൂവായിട്ട് ഇങ്ങനെ സ്റ്റാർ പോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. ഈ ഒരു മഞ്ഞ് അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ഒരു ലൈറ്റ് പിങ്കും ഷെയ്ഡ് വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. പിന്നെ അതിന് ചുറ്റോറും ഓറഞ്ച് വെച്ചിട്ട് ഡിസൈൻ കൊടുത്തു, പിന്നെ റെഡ് റോസ് വെച്ചിട്ട്, പിന്നെ ഗ്രീനൊക്കെ വെച്ചിട്ട് കൊടുത്തു. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കളം നല്ല രീതിയിൽ നിറച്ചിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കളത്തിലിട്ട പൂക്കളം. ഇനി നമുക്ക് പുറത്തിടേണ്ടതുണ്ട്. അപ്പോൾ ഈ കളത്തിലിട്ട പൂക്കളം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസൊക്കെ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒരു ക്ലിക്കിങ്ങും പിന്നെ നമ്മുടെ വീഡിയോ കാണാനുള്ള ഒരു ഇതുമാണ്. പക്ഷേ ഞങ്ങൾക്കത് നല്ല രീതിയിൽ ഇൻസ്പയർഡ് ആട്ടോ. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാനും അവൻ വീണ്ടും കളത്തിന് പുറത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ പൂക്കൾ അവിടെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. എനിക്കും വാവയ്ക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ നേരെ പൂക്കളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിന്നു. പിന്നെ എനിക്ക് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളുണ്ടല്ലോ ഇങ്ങനെ നൂലിൽ ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ആദ്യം വിചാരിച്ചു അടുപ്പിച്ച് കോർക്കാൻ. അങ്ങനെ അടുപ്പിച്ച് കോർത്തപ്പോൾ ഒരു ഫിനിഷിങ് ഇല്ല, ഒരു ഗുമ്മായിട്ട് തോന്നിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കുറച്ച് ഇടവിട്ടിട്ട് കോർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രീതിയിൽ റിസ്ക്കാണിത് കോർക്കണം. ഇങ്ങനെ ചുറ്റി അതിൻ്റെ ഇടയിൽ അത് പോരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് വെച്ചിട്ട് നാളെ റീൽസൊക്കെ എടുക്കണം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതെവിടെ കൊണ്ടുവയ്ക്കുന്ന ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ട്രൈപോഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇത് വെക്കണമല്ലോ, ഫ്രഷ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് വെക്കണമല്ലോ. അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുന്ന ആ ട്രൈപോഡും എടുത്തിട്ട് കണ്ട് തൂക്കിയിട്ടു. ഇത് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ മൂപ്പരാളിപ്പോൾ രാത്രി, അപ്പോൾ തൂക്കി കിടക്കട്ടെ വിചാരിച്ച് അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ നല്ല പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാവ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നാരങ്ങാച്ചാർ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അച്ചാറാക്കുക കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഈ ട്രാൻസിഷൻ്റെ മുൻപുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നിന്നു കേട്ടോ. അതൊക്കെ ഒരു ഇതായിട്ടുണ്ട്. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് കിടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നാളെ ഓണത്തിൻ്റെ വിശേഷമായി കാണാം. അപ്പോൾ ബൈ.